നമസ്കാരം. എൻ്റെ പേര് രാജശ്രീ. എനിക്ക് യോഗയോട് പണ്ടേ താല്പര്യമുണ്ട്. പോയി പഠിക്കണം എന്ന് ഉള്ള സാഹചര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് പോയി പഠിക്കാനും പറ്റാറില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് യോഗയോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇത്രയും അത് ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. യോഗ നല്ലതാണ് എന്ന് പറയുന്നതല്ലാതെ പിന്നെ നമ്മുടെ ഏരിയയിൽ ഇവിടെ എങ്ങും അടുത്തൊന്നും യോഗ ക്ലാസ്സുകളും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി ഞാൻ പിന്നെന്താണ് സുംബ ഡാൻസിന് കുറച്ച് നാൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഡോക്ടർ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. ഫൈബ്രോമയാൾജി ആർത്രൈറ്റിസ് ഒക്കെ കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ജോയിൻറ്റ് പെയിൻ ആണ്, ബോഡി പെയിൻ ഉണ്ട്, എപ്പോഴും ബോഡി പെയിൻ ആണ്. അപ്പം അതൊന്നും ഞാൻ ഇപ്പം പിന്നെ അത് വഹിക്കാറില്ല. അതിൻ്റെ നമ്മുടെ കൂടെ ഉള്ളതാണെന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് ബോഡിയിലൊക്കെ ഫുള്ള് നീരൊക്കെ ആയി. അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു യോഗയാണ് നല്ലതെന്ന് പറഞ്ഞു, യോഗ ചെയ്യണം. അതുപോലെ ജിമ്മിനൊന്നും പോകണ്ട, കാരണം വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പണി കിട്ടും, അതുകൊണ്ട് അത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം നിർത്തി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് യോഗ ക്ലാസ്സിന് മസ്റ്റായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞു, യോഗ ക്ലാസ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു യോഗ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ യോഗ ക്ലാസ് ഉണ്ട്, എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ലിങ്ക് അയച്ചു തരാം, നീ ഒന്ന് ഒരാഴ്ച ഫ്രീ ക്ലാസ് ആണ്, ജോയിൻ ചെയ്ത് നോക്കൂ, അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സമയമൊക്കെ നമുക്ക് പറഞ്ഞ കണക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്, സ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് സമയപരിധികളുണ്ട് ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് ആകെ ഹറിബറിയാണ്, സ്കൂളിൽ പോക്ക് വരവ്, പിന്നെ രാത്രി ഭക്ഷണം വേറെ, എല്ലാത്തിനും ഓടി നടക്കണമെന്നുള്ളതുകൊണ്ട് ഇതിന് ടൈം കണ്ടെത്താൻ ഇച്ചിരി ഒരു സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ ചെയ്തത്, എന്തായാലും എന്തായാലും പഠിക്കണം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇത് യോഗയൊക്കെ എല്ലാവരും യോഗ ചെയ്യുന്നവരൊക്കെ പറയും ഭയങ്കര സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ആയിട്ട് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ പോലെയുള്ള ഈ ആരോഗ്യം കുറവ് അല്ലെങ്കിൽ ഇങ്ങനെ മരുന്നുകളൊക്കെ കഴിക്കുന്നവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ആർത്രൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാകുമ്പോൾ ജോയിൻറ്റ് പെയിൻ ഉള്ളത് കൊണ്ട് വളയാനും വഴങ്ങാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊട്ടും പറ്റൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ മാമിൻ്റെ ക്ലാസ് സൂപ്പർ ക്ലാസ്സാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ക്ലാസ്സിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു തരും കാര്യങ്ങളെല്ലാം. വളരെ സിംപ്ലിഫൈ ആയിട്ടാണ് ഓരോന്നും ചെയ്യിപ്പിച്ചത്. അതായത് ആദ്യം ഇരുന്നും നിന്നും കിടന്നുള്ള കൊച്ചു കൊച്ചു വ്യായാമ മുറകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ഇത്രേ പറ്റുന്നുണ്ടല്ലോ, എനിക്കും പറ്റുന്നുണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ് ചെറുതായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ നല്ല കോൺഫിഡൻസ് ആയപ്പോഴത്തേക്കും ദിവസവും ആ സമയം ആകുമ്പോഴത്തേക്ക് അറിയാതെ തന്നെ ഞാൻ ബാക്കി എല്ലാ ജോലികളും പെട്ടെന്ന് ഒതുക്കിയിട്ട് അങ്ങ് കയറും. അങ്ങനെയൊക്കെയുള്ള ഒരു പക്ഷേ പറഞ്ഞ കണക്ക് ബാക്കി എല്ലാവരും പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല ക്ലാസ്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, ഇഷ്യൂസ് കാണും. പറഞ്ഞ കണക്ക് വരുമ്പോഴത്തേക്കും സമയം കിട്ടാതെ വരികയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഒന്നും പറ്റാറില്ല. പക്ഷെ പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കയറാറുണ്ട്. രാവിലെ ചെയ്യാമെന്ന് വിചാരിക്കും എന്നും, പക്ഷേ 5 മണി ആകുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് മടിച്ചു കളയും. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് എണീക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 5:30 5:45 എണീക്കാൻ പറ്റുള്ളൂ. ഗുളികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് സെഡേഷനൊക്കെ ഉള്ളതുകൊണ്ട് മയങ്ങിപ്പോവും. അലാറം വെച്ചൊക്കെയാണ് കഷ്ടപ്പെട്ട് ചാടി എണീച്ചൊക്കെ ജോലികൾ തീർത്തിട്ട് പോകുന്നത് സ്കൂളിൽ. എനിവേ എന്തായാലും യോഗ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വളരെ കോൺഫിഡൻസ് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ദേഷ്യം അതുപോലെയുള്ള മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു പരിധിയിലപ്പുറം നമുക്ക് മാറാനായിട്ട് യോഗ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യോഗ വിടാൻ ഒരു മനസ്സേ ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ ആയാലും ഞാനങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ കയറി എല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു വലിയ ടാസ്ക്കായിട്ട് തോന്നില്ല. പക്ഷേ എവിടെയെങ്കിലും ഇത് യാത്ര പോയിട്ട് വന്നാലും മറ്റേതൊക്കെ ആണെങ്കിൽ ഞാൻ 2 ദിവസം കിടപ്പാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഫീൽ ബെറ്റർ, കുറച്ചുകൂടെ ആരോഗ്യം വീണ്ടെടുത്ത പോലെ എനിക്ക് തോന്നുന്നു. അതിന് ഫുൾ ക്രെഡിറ്റ് യോഗയ്ക്ക് തന്നെയാണ്, യോഗ ക്ലാസ്സിനും യോഗ മാമിനും എല്ലാം ആണ്. വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറ്റുമ്പോഴെല്ലാം ഞാൻ യോഗയ്ക്ക് കയറും. അല്ലാത്ത സമയത്ത് ക്ലാസ്സിന് കയറാൻ പറ്റാത്ത പോലെ ചിലപ്പോൾ താമസിച്ചു പോകും. അപ്പോൾ പിന്നെ ഞാനങ്ങ് കയറാതെ ആവുന്നതാണ്. കാരണം ഇടയ്ക്ക് താമസിക്കുമ്പം കയറുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്, യോഗ പഠിപ്പിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് കയറാൻ പറ്റാത്തത്. ബ്രീത്തിങ് എക്സർസൈസ് എങ്കിലും ഞാൻ ദിവസവും കയറാത്ത ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബെനിഫിറ്റാണ്. താങ്ക് യു വിജിത മാം, താങ്ക് യു വെരി മച്ച്.